ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാണ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് അധികവും വേണം, പിന്നെ കുറച്ച് സമയവും വേണം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ അതേ രുചിയിലുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. നല്ല ടേസ്റ്റാണ്. ഒരിക്കൽ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ് കേട്ടോ. അളവുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തീ ഇപ്പം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാര ഒന്ന് ഉരുകി വരണം. ഉരുക്കിയിട്ട് ഒന്ന് കളർ മാറി തുടങ്ങണം കേട്ടോ. നല്ല ഡാർക്ക് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പഞ്ചസാരയുടെ നിറം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് അലിഞ്ഞിട്ട് നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആയി വരണം. ഇത് കണ്ടോ, നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ. പഞ്ചസാര നല്ല ചൂടായിട്ടാണ് കിടക്കുന്നത്. അതിലോട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലും മുഖത്തും ഒന്നും ആകാതെ ദൂരെ മാറി നിന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് ഓൺ ചെയ്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം നന്നായിട്ട് അലിഞ്ഞ് കിട്ടുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പാണ് കേട്ടോ. ഇതിലോട്ട് 3 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പഞ്ചസാര ഞാനൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർക്കാം കേട്ടോ. 3/4 കപ്പ് ബട്ടർ ചേർത്താൽ മതി. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, എന്നാലേ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും എണ്ണയും കൂടെ നന്നായിട്ട് മിക്സായി വരില്ല, എന്നാലും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് മുട്ടയാണ് ചേർക്കുന്നത്. മുട്ടയും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. കേക്ക് ഉണ്ടാക്കുന്നതിന് 2 മണിക്കൂർ മുന്നെയെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. മുട്ട നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഹാൻഡ് വിസ്ക് ഇല്ലാത്തവർ 1 സ്പൂണും ഫോർക്കും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതാ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം ഒന്ന് ബീറ്റ് ആവണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദമാവാണ്. അപ്പം ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു അരിപ്പയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അരിച്ച് ഡയറക്റ്റായിട്ട് നമ്മൾ മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അല്ലാത്ത സാധാരണ അരിപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ അരിക്കുന്നതെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും മാവ് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. എന്നാലേ നമ്മൾ മാവിൻ്റെ കൂടെ ചേർക്കുന്ന ബേക്കിംഗ് പൗഡറും ബാക്കി പൊടികളും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 2 നുള്ള് ചുക്കുപൊടി അല്ലെങ്കിൽ ജിഞ്ചർ പൗഡർ, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, കറുകപ്പട്ടയുടെ പൊടി. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ചേർത്താലേ കേക്കിൻ്റെ ആ പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ കാരമൽ സിറപ്പ് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാവ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ കേക്കിന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മിക്സ് ചെയ്താൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കേക്കിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അധികം വലിയ കഷ്ണങ്ങളാക്കണ്ട. കേക്ക് കഴിക്കുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഡേറ്റ്സ് കിടക്കുന്നത് ചിലർക്ക് ഇഷ്ടമാവില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് കാഷ്നട്ട് 2ആയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ മൈദമാവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചേർക്കുന്നത് നമ്മൾ ബാറ്ററിലോട്ട് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ താഴ്ന്നു പോകാതെ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇനി നമുക്ക് ബാറ്ററിലോട്ട് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് ഓവൻ ഇല്ലാതെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഡേറ്റ്സും കാഷ്നട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യുന്ന ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിൽ നന്നായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. എണ്ണയോ ബട്ടറോ തടവി കൊടുക്കുക. കേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ഒന്ന് മൈദമാവ് വിതറി കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. താഴെയും വയ്ക്കുന്നുണ്ട്, സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ടിൻ ഇല്ലാത്തവർക്ക് എല്ലാ ഭാഗവും ഒരേ കനത്തിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഓവൻ ഇല്ലാതെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ കുറേ റെസിപ്പിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കേക്ക് ടിന്നിന് അധികം വിലയൊന്നുമില്ല, 100 രൂപയ്ക്കകത്തൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരെണ്ണം വാങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ഇതുപോലെ തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനില്ലാതെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നത് ചൂട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉപ്പിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഉപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഉപ്പില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഉപ്പിടുമ്പോഴാണ് കേട്ടോ. ഉപ്പിലോട്ട് ഡയറക്റ്റ് പാത്രം വയ്ക്കരുത്. ഒരു സ്റ്റീൽ തട്ടോ വല്ലതും വച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ പാത്രം വച്ച് കൊടുക്കാൻ. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പാത്രം വെച്ചിട്ട് അടച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുക. അടപ്പിൽ വല്ല ഹോളും ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി തീ മീഡിയത്തിലോട്ടാക്കി ഇടുക. 30 മുതൽ 35 മിനിറ്റ് വരെ എടുക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റൗവിൻ്റെ ചൂടനുസരിച്ചിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, എന്നാൽ നന്നായിട്ട് വെന്ത് കിട്ടില്ല. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 മുതൽ 35 മിനിറ്റ് വരെ എടുക്കും ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തിയോ വല്ലതും വെച്ചിട്ട് കുത്തി നോക്കുക. മാവൊന്നും പിടിച്ചു വന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് മാറ്റുക, അല്ലെങ്കിൽ കേക്ക് താന്നു പോവും. ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. അപ്പോൾ ഈ കേക്ക് വെന്ത് വരുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പ്ലം കേക്കിനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റുമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങളിത് ഒരിക്കൽ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കൂ കേട്ടോ. അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം നേരത്തെയും കുറേ കേക്ക് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.